നമസ്കാരം. എൻ്റെ പേര് അമ്പിളി. 9ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ലേൺ വിത്ത് അമ്പിളി എന്ന ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ് മലയാളം കേരള പാഠാവലി, അതിലെ യൂണിറ്റ് 5 വിടില്ല ഞാനീ രശ്മികളെ, അതിലെ ഋതുഭേദങ്ങൾ എന്ന ഒരു പ്രവേശകവും തത്തക്കൂട്ട് എന്ന ഒരു കഥയുമാണ്. ഈ യൂണിറ്റിന്റെ പേരൊന്ന് നോക്കൂ, വിടില്ല ഞാനീ രശ്മികളെ. ഞാൻ ഒരിക്കലും ഈ രശ്മികളെ വിടുകയില്ല, എന്നോടൊപ്പം തന്നെ അതുണ്ടാകും. രശ്മി എന്നാൽ കിരണം, വെളിച്ചം, ഇതൊക്കെയാണല്ലോ അർത്ഥം. ഇത് മലയാളത്തിലെ പ്രശസ്തനായ കവിയായിരുന്ന ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ അമ്പാടിയിലേക്ക് വീണ്ടും എന്ന കവിതയിലെ ഏതാനും വരികളിലെ ഒരു ഭാഗമാണ്. നമുക്ക് ആ വരിയൊന്ന് നോക്കാം. ഇടയ്ക്ക് കണ്ണീരുപ്പു പുരട്ടാതെന്തിനു ജീവിത പലഹാരം, വിരോധിമാരെ നിങ്ങൾക്കായി ആശംസിപ്പൂ ഞാനിവയെ. വിശപ്പൊരിക്കലും ഏൽപ്പിക്കാത്തൊരു വിശേഷ ഭക്ഷണ വിഭവങ്ങൾ, വിയോഗമെന്തെന്നറിയാനരുതാത്ത വിഘ്നസിദ്ധ പ്രണയങ്ങൾ. ഒരിറ്റു നിണവും വീഴാതഴകോടൊഴിഞ്ഞു കിട്ടും വിജയങ്ങൾ. എനിക്കു രസമീ നിന്നോന്നതമാം വഴിക്ക് തേരുൾ പായിക്കൽ. ഇതേ തിരുൾക്കൊടി മേലുരുളട്ടെ, വിടില്ല ഞാനീ രശ്മികളെ, വിടില്ല ഞാനീ രശ്മികളെ. കേട്ടല്ലോ. അപ്പോൾ ആ കവിതയിലെ ഒരു വരിയാണ് നമ്മുടെ യൂണിറ്റിന്റെ പേരായിട്ട് നൽകിയിട്ടുള്ളത്. നമുക്ക് നമ്മുടെ പ്രവേശകത്തിലേക്ക് ഒന്ന് പോകാം. ഋതുമേഘങ്ങൾ എന്നാണ് പ്രവേശകത്തിന്റെ പേര്. ഇത് വിജയരാജ മല്ലിക എഴുതിയ ആൺനദി എന്ന കൃതിയിലെ ഒരു ഭാഗമാണ്. വിജയരാജ മല്ലിക മലയാളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള കവി. ഒരു ആൺകുട്ടിയായിട്ട് 1985 തൃശ്ശൂരിനടുത്ത് മുതുവറയിൽ അദ്ദേഹം ജനിച്ചു. ശരിയായ പേര് മനു ജയകൃഷ്ണൻ എന്നാണ്. പിന്നീട് അദ്ദേഹം തൻ്റെ സ്വത്വം ആൺ വിഭാഗത്തിലല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു സ്ത്രീയായിട്ട് മാറുന്നു, ട്രാൻസ്ജെൻഡർ ആയിട്ട് മാറുന്നു. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതകളെല്ലാം നേടിയ അവർ അനേകം സാഹിത്യ രചനകൾ നടത്തിയിട്ടുണ്ട്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ദൈവത്തിന്റെ മകൾ, കവിതാ സമാഹാരമാണ്. മനു കൃഷ്ണൻ വിജയരാജ മല്ലികയായി രൂപം കൊള്ളുമ്പോൾ അവർ ജീവിതത്തിൽ അനുഭവിച്ച യാതനകളാണ് ആ കവിതകളിലെ ഉള്ളടക്കം. നമുക്ക് നമ്മുടെ പ്രവേശകത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും രാത്രി സമയത്ത് റോഡരികിൽ ശ്രദ്ധിച്ചാൽ ഒരു കാഴ്ച കാണാൻ സാധിക്കും. അത് മറ്റൊന്നുമല്ല, ഷട്ടറുകളൊക്കെ താഴ്ത്തിയ കടകളുടെ വരാന്തകളിൽ പാവപ്പെട്ട അശരണരായ അനാഥരായ ആളുകൾ കിടന്നുറങ്ങുന്നത്. അവർക്ക് വീടില്ല, ബന്ധുക്കളില്ല, ആരുമില്ല. പകൽ മുഴുവൻ എവിടെയെങ്കിലുമൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് രാത്രിയാകുമ്പോൾ ഉറങ്ങാനായിട്ട് അവർ ഈ കടകൾ അടയ്ക്കുന്നത് കാത്തു നിൽക്കും. കടകൾ അടച്ചു കഴിയുമ്പോഴാണ് അവർ അവിടെ കടലാസോ അല്ലെങ്കിൽ എന്തെങ്കിലും തുണികളോ ഒക്കെ വിരിച്ചിട്ട് രാത്രി കഴിച്ചു കൂട്ടുന്നത്. ഇന്ന് ഇത്തരം കാഴ്ചകൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. കാരണം അനാഥരായ ആളുകൾ ഇല്ലാഞ്ഞിട്ടല്ല, നമ്മുടെ ഗവൺമെന്റ് അങ്ങനെയുള്ള ആളുകളെ പുനരധിവസിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത്തരം കാഴ്ചകൾ പരിമിതമായി മാറിയിരിക്കുന്നത്. സ്വന്തം മക്കൾ പ്രായമാകുന്ന അച്ഛനമ്മമാരെ ഉപേക്ഷിക്കുന്ന പതിവ് ഇന്ന് ധാരാളമായിട്ടുണ്ട്. അവരെ തെരുവുകളിൽ ഉപേക്ഷിക്കുകയാണ്. അവരെവിടെ പോകും? വാർദ്ധക്യം അവരെ പലവിധ രോഗങ്ങളാൽ അലട്ടുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അവർ മറ്റുള്ളവരുടെ മുമ്പിൽ കൈകൾ നീട്ടുന്നു. കിടന്നുറങ്ങാനായിട്ട് ഇതുപോലെ ഷട്ടറുകൾ താഴ്ത്തുന്ന കടകളുടെ മുമ്പിൽ അഭയം തേടുന്നു. അത്തരം ഒരു കഥാതന്തുവാണ് വിജയരാജ മല്ലിക ഈ കവിതാഭാഗത്തുകൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് കവിതയൊന്ന് നോക്കാം.
ഷട്ടറുകൾ തുറക്കുന്നു. ഞാൻ തെരുവിന്റെ ഓരങ്ങളിൽ അന്തിയുറങ്ങുന്ന ആളുകളെ ഓർക്കുന്നു. കടകളുടെ ഷട്ടറുകൾ അടച്ച ശേഷം അതിന്റെ പടിയിൽ തലചായ്ച്ചുറങ്ങുന്നവരെ, അവരുടെ തീരാ ദുരിതത്തിന് ആശ്വാസമേകാൻ ആരുണ്ട്? കവി ചിന്തിക്കുകയാണ്. ഇതാ ഷട്ടറുകൾ തുറക്കുകയാണ്. രാവിലെ ഒരു 9 മണി 10 മണിയോടുകൂടി ഷോപ്പുകളുടെ ഷട്ടറുകളെല്ലാം തുറക്കും. അവിടെ വിവിധ തരത്തിലുള്ള വ്യാപാരങ്ങൾ നടക്കുകയാണ്. ആ സമയത്ത് അവിടെ കിടന്നുറങ്ങുന്ന ആളുകൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. രാത്രിയിൽ മാത്രം ഷട്ടറുകൾ താഴ്ത്തുമ്പോഴാണല്ലോ അവർ വന്ന് കിടന്നുറങ്ങുക. അന്തിയുറങ്ങുന്ന ആളുകളെ ഓർക്കുന്നു. ഞാൻ ഓർക്കുകയാണ് അവിടെ രാത്രിയിൽ ഉറങ്ങുന്ന ആളുകളെ. കടകളുടെ ഷട്ടറുകൾ അടച്ച ശേഷം അതിന്റെ പടിയിൽ തലചായ്ച്ചുറങ്ങുന്നവരെ. രാത്രിയിൽ കടകളുടെ ഷട്ടറുകളൊക്കെ ഇട്ട് ആ കച്ചവടക്കാർ പോയി കഴിയുമ്പോൾ അവിടെ തുണികൾ വിരിച്ചും കടലാസ് വിരിച്ചും കിടന്നുറങ്ങുന്ന തലചായ്ച്ചുറങ്ങുന്നവരെ ഞാൻ ഓർക്കുകയാണ്. കവിയുടെ മനസ്സിലൂടെ ആ ഒരു വേദനിപ്പിക്കുന്ന ചിത്രം കടന്നു വരികയാണ്. എന്നിട്ട് നമ്മളോട് പറയുന്നു, അവരുടെ തീരാ ദുരിതത്തിന് ആശ്വാസമേകാൻ ആരുണ്ട്? ആരാണ് അവരുടെ ഈ കഷ്ടപ്പാടുകൾക്ക്, ദുരിതങ്ങൾക്ക് ആശ്വാസം നൽകുക? ഇവിടെ മനുഷ്യത്വത്തിന് ആണ് കവി പ്രാധാന്യം കൊടുക്കുന്നത്. അവരെ നമ്മൾ താങ്ങായിട്ടും തണലായിട്ടും സഹായിക്കുക. ആരോരുമില്ലാത്തവർക്ക് നമ്മൾ അഭയം നൽകുക, അവരെ സഹായിക്കുക, അവരോട് സ്നേഹം കാണിക്കുക. വഴിയോരങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഒന്നുമില്ലാതെ അങ്ങനെ വിശപ്പും ദാഹത്തോടും കൂടി കിടക്കുന്നവരെയും ഇരിക്കുന്നവരെയും. അവർക്കും മക്കൾ ഉണ്ടായിരിക്കാം, ബന്ധുജനങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് തെരുവിൽ വന്നുപെട്ടവരാണ് അത്തരം ആളുകൾ. ഇവിടെ കവി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെയൊരു സാഹചര്യം നമുക്കുണ്ടാകരുത്. നമ്മൾ നമ്മുടെ മാതാപിതാക്കളെയും നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെയും നമ്മളാലാവുന്ന വിധം സംരക്ഷിക്കണം, സഹായിക്കണം. അവരെ തെരുവിലേക്ക് വലിച്ചെറിയരുത്. നമുക്ക് വേണ്ടത് അവർക്ക് കൊടുക്കാനാകുന്നത് നമ്മുടെ സ്നേഹമാണ്, നമ്മളിലുള്ള മനുഷ്യത്വമാണ്. ഈ ഒരു ആശയമാണ് ഈ കവിതാഭാഗത്തുകൂടെ വിജയരാജ മല്ലിക നമ്മളോട് പറയുന്നത്, നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് വരാം. പാഠത്തിന്റെ പേര് തത്തക്കൂട്ട്. പാഠം തുടങ്ങുന്നതിന് മുൻപ് ഒരു വാക്യം നമുക്ക് നൽകിയിട്ടുണ്ട്. ഞങ്ങളും നിങ്ങളുമായി മാറി നിൽക്കാതെ നമ്മൾ ഒന്നാവുമ്പോഴാണ് യാതനകളെയും വേദനകളെയും മറികടക്കാൻ കഴിയുന്നത്. ഒന്നിച്ചു നിൽക്കുക. ഒന്നിച്ചു നിൽക്കുമ്പോൾ നമുക്ക് ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ സാധിക്കും. ഞങ്ങളും നിങ്ങളുമായിട്ട് നിൽക്കാതെ നമ്മളായിട്ട് നിൽക്കുക. സന്തോഷമാണെങ്കിൽ പങ്കിട്ടാൽ ഇരട്ടിയാകും, സങ്കടമാണെങ്കിൽ പങ്കിട്ടാൽ പകുതിയാകും എന്നാണല്ലോ ഒരു ചൊല്ലുള്ളത്. അതുകൊണ്ട് നമ്മൾ എല്ലായ്പ്പോഴും ഒന്നിച്ച് തന്നെ നിൽക്കണം. അത് നമുക്ക് നേട്ടങ്ങൾ മാത്രമേ നൽകുകയുള്ളൂ. കഥയിലേക്ക് പോകാം. ഇവിടെ ഈ കഥയില് 3 കഥാപാത്രങ്ങളാണുള്ളത്. കുട്ടിക്കൃഷ്ണനും ഭാര്യ ഭാഗ്യലക്ഷ്മിയും കഥയിലെ മെയിൻ കഥാപാത്രമായ നമ്മുടെ തത്തമ്മയും. കുട്ടിക്കൃഷ്ണന്റെ ചിന്തകളിലൂടെയാണ് കഥ നീങ്ങുന്നത്. അയാൾ ഒറ്റയ്ക്ക് അയാളുടെ വീട്ടിലങ്ങനെ ഇരിക്കുകയാണ്. അയാളുടെ ഭാര്യ സ്നേഹത്തോടെ സന്തോഷത്തോടെ അനേക വർഷങ്ങളോളം ജീവിച്ച എല്ലാമായ ഭാര്യ ഭാഗ്യലക്ഷ്മി, അവർ ഇതാ അയാളെ വിട്ടിട്ട് മരണത്തിന്റെ ലോകത്തേക്ക് പോയിരിക്കുന്നു. ഒറ്റപ്പെട്ട ആ മനുഷ്യൻ ചിന്തിക്കുകയാണ്, ഇനി എന്തിനാണ് ഈ കൂട്ടിലടച്ച തത്തമ്മ, അതും പറന്നു പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് അയാൾ ആ കൂടിന്റെ വാതിൽ തുറന്നു കൊടുക്കുകയാണ് ആ തത്തമ്മയ്ക്ക് പറന്നു പോകാനായിട്ട്. പക്ഷികൾക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്? സ്വാതന്ത്ര്യം. അവയ്ക്ക് ആകാശ മാർഗേണ പറന്ന് നടക്കാനാണ് ഇഷ്ടം. പക്ഷിയെ പിടിച്ച് ഒരു കൂട്ടിലടച്ച് അതിന് പാലും പഴവും തേനും എല്ലാം കൊടുത്താലും കൂട് തുറന്ന ഒരു അവസരം കിട്ടിയാൽ ആ പക്ഷി പറന്നു പോയി കളയും. ശരിയല്ലേ? മഹാകവി വള്ളത്തോളിന്റെ ഒരു കവിതയുണ്ട്, ബന്ധനം. അതിലെ കുറച്ച് വരികൾ ഈ ആശയത്തെ സൂചിപ്പിക്കുന്നതാണ്. ആവു വിശപ്പില്ലേ കാച്ചിയ പാലിതാ,
തൂവെള്ളിക്കിണ്ണത്തിൽ തേൻകുഴമ്പും നല്ല പഴങ്ങളും ആവോളം ഭക്ഷിച്ച് വല്ലതും മുൻമട്ടിൽ സംസാരിപ്പിൻ. പ്രീതിയാൽ ഈ വക സ്വാഗത കൊഞ്ചലോടാദിത്യം പെൺകിടാവാരംഭിക്കി. വീതിയുള്ള ആകാശം ചുറ്റുമാ ജീവികൾ ഭീതി പൂണ്ടന്യോന്യം നോക്കി വീണ്ടും. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. വരികൾ കേട്ടിട്ടില്ലേ നിങ്ങൾ? എത്ര അർത്ഥവത്താണ് അല്ലേ? ഒരു പെൺകുട്ടി പാലും പഴവും തേനും ഒക്കെ കൂട്ടിലടച്ച കിളികൾക്ക് കൊടുക്കുന്നു. പക്ഷെ അതിന്റെ കണ്ണുകൾ ചുറ്റുമുള്ള ആകാശത്തേക്കാണ്. ഇവിടെ നമ്മുടെ തത്തമ്മയ്ക്ക് പക്ഷേ അതല്ല ഇഷ്ടം. കൂട് തുറന്നിട്ടും അത് പുറത്തേക്ക് പറന്നു പോകുന്നില്ല. അത് കുട്ടിക്കൃഷ്ണനെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ആ കുട്ടിക്കൃഷ്ണനോടും അദ്ദേഹത്തിന്റെ ഭാര്യ ഭാഗ്യലക്ഷ്മിയോടും ആ തത്തമ്മയ്ക്കുള്ള അഭേദ്യമായ സ്നേഹബന്ധം അത് വളരെ വലുതാണ്. ആ കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അയാൾ പറയുന്നു, ഇനി നീയായിട്ട് എന്തിനാ, നീയും പൊയ്ക്കോ. നമ്മുടെ തത്തമ്മ തുറന്നു കിടന്ന വാതിലിലേക്ക് നോക്കി ആ കൂട്ടിൽ തന്നെ ഇരിക്കുകയാണ്. എങ്ങനെയാണ് ഇരിക്കുന്നത്? മുനിഞ്ഞിരിക്കുകയാണ്. ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുകയാണ്. ഇതിനു മുൻപും കുട്ടിക്കൃഷ്ണൻ ഈ തത്തയെ പറന്നു പോകാനായിട്ട് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അന്നും തത്തമ്മ പറന്നു പോയില്ല, അയാളെ വിട്ട് പോയില്ല. നമുക്ക് ഈ തത്തയെ നമ്മുടെ കുട്ടിക്കൃഷ്ണന് എങ്ങനെയാണ് ലഭിച്ചത് എന്നൊന്ന് നോക്കാം. ഒരു ദിവസം ഉച്ചസമയത്ത് ആഹാരമെല്ലാം കഴിഞ്ഞ് കുട്ടിക്കൃഷ്ണൻ ഉമ്മറത്തെ ചാരുകസേരയിൽ അങ്ങനെ പതുക്കെ ഒന്ന് മയങ്ങുകയാണ്. അപ്പോഴിതാ കാക്കകളുടെ വലിയ ഒരു ശബ്ദം, കലപില ശബ്ദം, കാ 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 എന്നുള്ള ശബ്ദം. കൂട്ടത്തിൽ ഒരു ചെറിയ പക്ഷിക്കുഞ്ഞിന്റെ കരച്ചിലും. ഉറക്കമുണർന്ന കുട്ടിക്കൃഷ്ണൻ മുറ്റത്തിറങ്ങി നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? മറ്റൊന്നുമല്ല, ഒരു തത്തക്കുഞ്ഞിനെ കാക്കപ്പട വളഞ്ഞ് ആക്രമിക്കുന്നതാണ് അയാൾ കണ്ടത്. കുട്ടിക്കൃഷ്ണൻ അടുത്തേക്ക് ചെന്നപ്പോഴേക്കും കാക്കകളെല്ലാം 4 വശത്തേക്കും പറന്ന് അടുത്തുള്ള മരക്കൊമ്പുകളിലൊക്കെ ചെന്നിരുന്നു. ആ കാക്കകളുടെ ഭക്ഷണ വസ്തുവാണ് ആ ചെറിയ പക്ഷിക്കുഞ്ഞ്. അതിനെ കൊത്തി തിന്നാൻ ശ്രമിക്കുമ്പോഴാണ് കുട്ടിക്കൃഷ്ണൻ ചെന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാക്കകൾക്ക് അയാളോട് ദേഷ്യമുണ്ടായി കാണണം. അതുകൊണ്ട് മരക്കൊമ്പുകളിൽ ഇരുന്ന് അവ ഉറക്കെ അയാളെ ശകാരിക്കുകയാണ് എന്നാണ് കഥാകാരി പറയുന്നത്. അവ എല്ലാം കൂടി കാ 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 എന്ന് ഉറക്കെ ശബ്ദിച്ചപ്പോൾ ആ ശബ്ദത്തെ കുട്ടിക്കൃഷ്ണനെ ശകാരിക്കുന്നതായിട്ട് പറയുന്നു. ആർക്കായാലും ദേഷ്യം വരുമല്ലോ. സ്വന്തം ഭക്ഷണ വസ്തുവിനെയല്ലേ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. കാരണക്കാരൻ നമ്മുടെ കുട്ടിക്കൃഷ്ണനും. അയാളോട് ദേഷ്യം വരും, ഉറപ്പ്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ തത്തക്കുഞ്ഞിന്റെ അവസ്ഥയൊന്ന് നോക്കൂ, പരമ ദയനീയം. കാക്കകളുടെ കൊത്തുകൊണ്ടിട്ട് ചോരയൊലിപ്പിച്ച് കണ്ണടച്ച് കാൽവിരലുകൾ ചുരുട്ടിപ്പിടിച്ച് അങ്ങനെ കിടക്കുന്നു. ആ കാഴ്ച വിഷണ്ണനായിട്ട് ദുഃഖിതനായിട്ട് നമ്മുടെ കുട്ടിക്കൃഷ്ണൻ നോക്കി നിന്നു. ആ തത്തക്കുഞ്ഞിന്റെ കിടപ്പ് അയാളുടെ മനസ്സിലേക്ക് ഒരു ഓർമ്മയെ കൊണ്ടുവരികയാണ്. വർഷങ്ങൾക്ക് മുൻപ് അയാളുടെ മൂത്ത മകൻ ജനിച്ചപ്പോൾ പ്രസവ മുറിയിൽ നിന്നും നഴ്സ് ആ കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അയാൾ നോക്കി കണ്ട ആ കാഴ്ച, തന്റെ മൂത്ത മകനെ ആദ്യമായി കണ്ട കാഴ്ച, അതാണ് ഈ തത്തക്കുഞ്ഞ് ചോരയൊലിപ്പിച്ച് മുറിവുമായിട്ട് കണ്ണടച്ച് കൈകൾ ചുരുട്ടി കാൽവിരലുകൾ ചുരുട്ടി അങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ ഓർമ്മ വന്നത്. മനസ്സ് പിന്നിലേക്ക് പോവുകയാണ്. അയാൾ ആ തത്തക്കുഞ്ഞിനെ കയ്യിലെടുത്തപ്പോൾ അയാൾക്ക് മനസ്സിലായി ചെറുതായിട്ട് ജീവനുണ്ട്, ചെറുതായിട്ട് നെഞ്ച് ഇടിക്കുന്നുണ്ട്. അയാൾ ഉമ്മറത്തേക്ക് കയറിയിട്ട് ഭാര്യയെ വിളിച്ചു. ഭാഗ്യലക്ഷ്മി എന്നാണ് ഭാര്യയുടെ പേര്, ചുരുക്കി ഭാഗ്യം എന്ന് വിളിക്കുന്നു.
ഈ സമയത്ത് ഭാഗ്യലക്ഷ്മി ഊണൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ചയുറക്കത്തിനുള്ള വട്ടം കൂട്ടുകയായിരുന്നു. വട്ടം കൂട്ടുക, ഒരുങ്ങുക, തയ്യാറെടുക്കുക എന്നൊക്കെ അർത്ഥം. ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഉമ്മറത്ത് നിന്നും ഭാഗ്യം എന്നുള്ള വിളി. ദേഷ്യം വരാതിരിക്കുമോ? നമ്മുടെ ഭാഗ്യത്തിനും ചെറിയൊരു ഈർഷ്യ തോന്നി. എന്തിനാണ് ഇപ്പൊ വിളിക്കുന്നത് എന്ന അർത്ഥത്തിൽ. അങ്ങനെ ഈർഷ്യയോടെ, ചെറിയൊരു ഈർഷ്യ, ദേഷ്യത്തോടെ, എന്താ കുട്ടി? കുട്ടി ആരാണ്? കുട്ടിക്കൃഷ്ണൻ. കുട്ടിക്കൃഷ്ണനെ സ്നേഹത്തോടെ ഭാഗ്യലക്ഷ്മി വിളിക്കുന്നതാണ് കുട്ടി എന്ന്. അവർ പുറത്തേക്ക് വരുന്നു. കുട്ടിക്കൃഷ്ണൻ വിളിച്ചു പറയുന്നു, കുറച്ച് പഞ്ഞിയും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി കൊണ്ടുപോരെ എന്ന്. അങ്ങനെ ആ തത്തക്കുഞ്ഞിന് മുറിവ് പറ്റിയിടത്ത് ഭാഗ്യലക്ഷ്മി കൊണ്ടുവന്ന പഞ്ഞിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഉപയോഗിച്ച് ശരീരമൊക്കെ ഒന്ന് തുടച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് വിതറി അതിനെ ഒന്ന് പതുക്കെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ഇരുവരും. കൂടാതെ ഭാഗ്യലക്ഷ്മി അതിന്റെ ആ ചെറിയ കൊക്കൊന്ന് പിളർത്തിയിട്ട് കുറച്ച് വെള്ളം, ഇത്തിരി വെള്ളം അതിന്റെ ചുണ്ടിലേക്ക്, വായിലേക്ക് ഇറ്റിച്ച് കൊടുത്തു. അപ്പൊ അതിനുവേണ്ട പ്രഥമ ശുശ്രൂഷയെല്ലാം അവർ രണ്ടുപേരും കൂടി ചെയ്തു. എന്നിട്ട് അതിനെ ആ ചാരുകസേരയിൽ ഇരുത്തി. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് അതിനെയും നോക്കിക്കൊണ്ട് നമ്മുടെ ഭാഗ്യലക്ഷ്മിയും കുട്ടിക്കൃഷ്ണനും അങ്ങനെ ഇരിക്കുകയാണ്. നടുക്ക് ആ ചാരുകസേരയിൽ നമ്മുടെ തത്തക്കുഞ്ഞും. അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഓർമ്മകൾ കടന്നു വരികയാണ്. എന്താണ് വീണ്ടും ആ ഓർമ്മ? പണ്ട് അവരുടെ കുഞ്ഞ് ചെറുതായിരുന്നപ്പോൾ ആ മകനെ തൊട്ടിലിൽ കിടത്തി ഉറക്കിയ രംഗം. തൊട്ടിലിൽ കുഞ്ഞിനെ കിടത്തി പാട്ടുപാടി ഉറക്കി കിടത്തുമ്പോൾ ആ കുഞ്ഞ് ഉണരുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ച് ആ അച്ഛനും അമ്മയും ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. അതുപോലെ ഇപ്പോൾ ഈ തത്തക്കുഞ്ഞിനെ ശ്രദ്ധിച്ച് അവർ രണ്ടുപേരും ഇരിക്കുകയാണ്. അവരുടെ ഉള്ളിൽ പുറത്തേക്ക് ചാടാൻ തുടങ്ങുന്ന ഒരു നിലവിളിയുണ്ട്. എന്തായിരിക്കും അവരുടെ നിലവിളിയുടെ കാരണം? അവർക്ക് രണ്ടാൺമക്കളാണ്. അവർ വാത്സല്യത്തോടെ എല്ലാം കൊടുത്ത് വളർത്തി വലുതാക്കിയ രണ്ടാൺമക്കൾ. അവരിപ്പോൾ എവിടെ? അവരോടൊപ്പം ഉണ്ടോ? ഇല്ല, അവർ ഒറ്റയ്ക്കാണ്. ആ രണ്ടാൺമക്കളും വിദേശ രാജ്യങ്ങളിലാണ്. ഓസ്ട്രേലിയയിലും കാനഡയിലുമാണ്. അവർ വിവാഹം കഴിച്ച് ഭാര്യമാരോടും കുട്ടികളോടുമൊപ്പം അവിടെ സ്ഥിരതാമസമാണ്. നാട്ടിലേക്ക് വരാറേയില്ല. അച്ഛനമ്മമാരെ കണ്ടിട്ട് വർഷങ്ങളായി. ഈ വൃദ്ധരായ അച്ഛനും അമ്മയും അവരുടെ മക്കളെ കാണാൻ കൊതിക്കുകയാണ്. പക്ഷേ സാധിക്കുന്നില്ല. മക്കളെ കാണാത്തതിലുള്ള ആ വിഷമമാണ് അവരുടെ നെഞ്ചിൽ വിങ്ങിപ്പൊട്ടലുകളായിട്ട് ഇവിടെ വരുന്നത്. അതാണ് പുറത്തു ചാടാൻ തുടങ്ങിയ ഒരു നിലവിളി എന്ന് പറഞ്ഞത്. കാരണം ആ തത്തക്കുഞ്ഞിനെ ചാരുകസേരയിൽ ഇരുത്തിയപ്പോൾ ആ അച്ഛനും അമ്മയും അവരുടെ മക്കളെ കുറിച്ച് പണ്ട് തൊട്ടിലിൽ കിടത്തി താരാട്ടുപാടി ഉറക്കിയ ആ ചിത്രം അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. അതാണ് അവരെ പെട്ടെന്ന് വേദനിപ്പിക്കുന്നത്, അവരുടെ ഉള്ളിൽ ഒരു നിലവിളി ഉണ്ടാക്കുന്നത്. മക്കളെ മാത്രമല്ല, പേരക്കുട്ടികളെ അവർ കണ്ടിട്ട് വർഷങ്ങളായി. ആ പേരക്കുട്ടികളുടെ മുഖം പോലും നമ്മുടെ ഈ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും അറിയില്ല. മുഖച്ഛായ പോലും അറിയില്ല. കാരണം അവരെ കാണുന്നില്ല എന്നത് തന്നെ. അങ്ങനെ ആ രണ്ടുപേരുടെയും ഉൾച്ചൂടേറ്റ് നമ്മുടെ തത്തക്കുഞ്ഞ് ഒന്ന് ഞരങ്ങി. ഉൾച്ചൂട്, അപ്പുറത്തിരിക്കുക. അവരുടെ ഉൾച്ചൂട് എന്താണ്? അവരുടെ ഉള്ളിലുള്ള ചൂട് എന്താണ്? അവരുടെ മക്കളെ കുറിച്ചുള്ള ചിന്ത, അവരെ കാണാത്തതിലുള്ള വേദന. ആ വേദനയെയാണ് ഇവിടെ ഉൾച്ചൂട് എന്ന് പറഞ്ഞത്. ആ ചൂടേറ്റ് ആ തത്തക്കുഞ്ഞ് ഒന്ന് ഞരങ്ങി. എന്നിട്ട് പതുക്കെ കണ്ണു തുറന്നു. അപ്പോൾ കുട്ടികൃഷ്ണന് സന്തോഷമായി. ഇനി പേടിക്കാനില്ല, ഇനി അത് ചത്തുപോവുകയില്ല. അങ്ങനെ നമ്മുടെ തത്തക്കുഞ്ഞിനെ അവർ രക്ഷിച്ചു. നമ്മുടെ തത്തമ്മയെ കുട്ടികൃഷ്ണനും ഭാഗ്യലക്ഷ്മിക്കും എങ്ങനെയാണ് ലഭ്യമായതെന്ന് നമ്മൾ പഠിച്ചല്ലോ. ആ തത്തമ്മയെയാണ് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം, ഭാഗ്യലക്ഷ്മിയുടെ മരണത്തിനു ശേഷം, കുട്ടികൃഷ്ണൻ തുറന്നു പറന്നു പോയിക്കൊള്ളാൻ ആവശ്യപ്പെടുന്നത്. പക്ഷെ അത് പറന്നു പോകാതെ കൂട്ടിലിരിക്കുകയാണ് ചെയ്യുന്നത്. അയാൾ എഴുന്നേറ്റ് തട്ടിൻ മുകളിൽ നിന്നും പഴയ ഒരു കമ്പിക്കൂട് എടുത്തുകൊണ്ടുവന്നു. ഈ തത്തക്കുഞ്ഞിനെ
ഇടുന്നതിനായിട്ട് ഒരു പഴയ കമ്പിക്കൂട്, കിളിക്കൂട്. ആ കിളിക്കൂടിനുമുണ്ട് ഒരു കഥ. എന്താണത്? അയാളുടെ മക്കൾ പണ്ട് ഒരു മൈനയെ ആ കൂട്ടിൽ വളർത്തിയിരുന്നു. അതിനുശേഷം അത് ചത്തുപോയപ്പോൾ ഒരു അണ്ണാനെയും വളർത്തിയിരുന്നു. ആ അണ്ണാനും ചത്തുപോയപ്പോഴാണ് ഈ കമ്പിക്കൂട്, കിളിക്കൂട് തട്ടിന്റെ മുകളിൽ കയറ്റിയത്. അപ്പൊ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിലെല്ലാം ആ മക്കളുടെ ഓർമ്മകളാണ് ഇവിടെ കടന്നു വരുന്നത്. നമ്മുടെ തത്തക്കുഞ്ഞിനെ താമസിപ്പിക്കുവാനായിട്ട് തട്ടിൻ മുകളിൽ നിന്നും കമ്പിക്കൂട് കൊണ്ടുവന്നപ്പോഴും അത് തന്റെ മക്കൾ മൈനയെ വളർത്താനും അണ്ണാനെ വളർത്താനും ഒക്കെ ഉപയോഗിച്ചതാണല്ലോ എന്ന ഓർമ്മകൾ ആ വൃദ്ധ ദമ്പതികളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. കുറച്ച് പഞ്ഞി ഒരു തോർത്തിൽ പരത്തി പൊതിഞ്ഞ് കിടക്ക പോലെയാക്കി ഭാഗ്യം കൂട്ടിൽ വച്ചു. ആ കൂട്ടില് ഒരു മെത്തയൊക്കെ ഉണ്ടാക്കി അതിലാണ് നമ്മുടെ കുഞ്ഞ് തത്തമ്മയെ വെക്കുന്നത്. കുട്ടിക്കൃഷ്ണൻ തത്തക്കുഞ്ഞിനെ അതിൽ എടുത്തു കിടത്തി. കൂട് ഉമ്മറത്ത് തൂക്കുമ്പോൾ അയാൾ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ആ കൂട്ടിലിട്ട് ആ തത്തയെ വളർത്താനാണോ അവരുടെ തീരുമാനം? ഒരിക്കലുമല്ല. അവർ അതിനെ സംരക്ഷിക്കുന്നു. അതിന്റെ രോഗമെല്ലാം മാറി അത് പറന്നു പോകാറാകുമ്പോൾ അതിനെ തുറന്നു വിടണം. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ തത്തക്കുഞ്ഞിനെ അന്വേഷിച്ച് അതിന്റെ തന്തയും തള്ളയും അമ്മയും അച്ഛനും വരുമായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിനെ അവരുടെ കൂടെ വിടാം. എത്ര നല്ല മനസ്സിന്റെ ഉടമകളാണെന്ന് നോക്കൂ കുട്ടിക്കൃഷ്ണനും ഭാഗ്യലക്ഷ്മിയും. ആ കുഞ്ഞു തത്തയെ രക്ഷിക്കുന്നു. എന്നിട്ട് അതിന്റെ അച്ഛൻ, അമ്മ, ആ തത്തമ്മകൾ വരുമ്പോൾ അവരുടെ കൂടെ പറഞ്ഞു വിടാം എന്നും ആഗ്രഹിക്കുന്നു. പക്ഷേ വൈകുന്നേരം വരെ ആരും വന്നില്ല. അങ്ങനെ സന്ധ്യയായി. ഉമ്മറത്ത് വിളക്കു വെച്ച് ഭാഗ്യലക്ഷ്മി കൂട് തുറന്ന് തത്തക്കുഞ്ഞിനെ പുറത്തെടുത്തു. എന്നിട്ട് അതിന്റെ ചുണ്ടുകളിൽ കുറച്ച് 2-3 തുള്ളി പഴച്ചാറ് ഇറ്റിച്ചു കൊടുത്തു. കുറച്ചു മുമ്പ് കുറച്ച് വെള്ളമാണല്ലോ ഇറ്റിച്ചു കൊടുത്തത്. ഇപ്പോൾ ആ ചെറിയ തത്തക്കുഞ്ഞിന് 2-3 തുള്ളി പഴച്ചാറ് കൊടുത്തു. പക്ഷികൾക്കൊക്കെ ഇഷ്ടമുള്ളതാണല്ലോ പഴച്ചാറ്. കുട്ടിക്കൃഷ്ണൻ വിചാരിച്ചതുപോലെ തന്നെ അത് രക്ഷപ്പെട്ടു. ആരോഗ്യം വീണ്ടെടുത്തു എന്ന് തോന്നിയപ്പോൾ കൂട് തുറന്ന് അയാൾ പറഞ്ഞു. എന്താ പറഞ്ഞത് ആ തത്തക്കുഞ്ഞിനോട്? ഇനി അതിന് പറക്കാം. അതിന്റെ രോഗമെല്ലാം മാറി, ഉണ്ടായ മുറിവുകളെല്ലാം ഉണങ്ങി. ഇനി നീ പറന്നു പൊയ്ക്കോ എന്ന് പറഞ്ഞു. തത്ത എന്ത് ചെയ്തു? പക്ഷേ തത്തക്കുഞ്ഞ് ഒന്നും മനസ്സിലാവാത്തതുപോലെ അയാളുടെ നേർക്ക് മിഴിച്ചു നോക്കി. അത് പറന്നു പോവുകയല്ല ചെയ്തത്. കുട്ടിക്കൃഷ്ണന്റെ മുഖത്തേക്ക് വല്ലാത്തൊരു ഭാവത്തോടെ മിഴിച്ചു നോക്കി. നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുകയാണോ എന്നൊരു ദീനഭാവം അതിന്റെ കണ്ണുകളിൽ തെളിയുന്നത് അയാൾ അമ്പരപ്പോടെ കണ്ടു. ആ തത്തക്കുഞ്ഞ് അത്രയും ദിവസങ്ങൾ കൊണ്ട് തന്നെ അവരുടെ 2 പേരുടെയും ജീവനായി മാറിയിരുന്നു. ആ തത്തക്കുഞ്ഞിന് അവരായിരുന്നു ആശ്രയം. അവരോടായിരുന്നു കൂടുതൽ ഇഷ്ടം. അതിന് പറന്നു പോകാൻ താല്പര്യമില്ല. കൂട് തുറന്ന് പറന്നു പോയിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ അത് ദീനതയോടെ അവരോട് നോക്കുകയാണ്, എന്നെ ഉപേക്ഷിക്കുകയാണോ എന്ന്. എന്നാലും കൂട് അടയ്ക്കാതെ അയാൾ അവിടെയൊക്കെ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ ചുറ്റിപ്പറ്റി നിന്നു. കുട്ടികൃഷ്ണൻ പിന്നെയും ചിന്തിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ ഈ തത്തക്കുഞ്ഞ് പറന്നു പോകുമായിരിക്കും, എന്തായാലും തുറന്നു തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് അയാൾ അങ്ങനെ അവിടെയൊക്കെ നടക്കുകയാണ്. പക്ഷേ ആ തത്ത പറന്നു പോകുന്നില്ല. കാരണം എന്താണ് ഇവിടെ? ആ കുഞ്ഞു തത്തയ്ക്ക് നമ്മുടെ കുട്ടിക്കൃഷ്ണനെയും ഭാഗ്യലക്ഷ്മിയെയുമാണ് ഇഷ്ടം. അവരെ വിട്ടു പിരിഞ്ഞു പോകാൻ അത് താല്പര്യപ്പെടുന്നില്ല. കൂട് തുറന്നിട്ടിട്ടും അത് പറന്നു പോകുന്നില്ല. അത് കണ്ടിട്ട് ഭാഗ്യലക്ഷ്മി പറയുന്നു, ഒരു പക്ഷേ അതിന് പറക്കാൻ സാധിക്കില്ലായിരിക്കും. അതിന്റെ ചിറകിന് വേണ്ടത്ര നീളവും ബലവും ഇല്ലായിരിക്കും കുട്ടി. അതിന് പറക്കാൻ പറ്റില്ല, കുറച്ചുകൂടി കഴിയട്ടെ, ചിറകിന് നീളവും ബലവും ഒക്കെ വയ്ക്കട്ടെ, അപ്പോൾ അത് പറന്നു പോകും എന്ന് പറഞ്ഞ് കുട്ടിക്കൃഷ്ണനെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ നമ്മുടെ കുട്ടിക്കൃഷ്ണനും ഭാഗ്യലക്ഷ്മിയും കൂടി ഈ തത്തക്കുഞ്ഞിനെ തുറന്ന് വിട്ടിട്ടും അത് പറക്കാതെ ഇരുന്നപ്പോൾ അവർ അതിനെ അവരുടെ സ്വന്തം പേരക്കുട്ടികൾക്ക് നൽകേണ്ട വാത്സല്യം കൊടുത്ത് വളർത്തുകയാണ്. അവർ കാണാത്ത, അവരറിയാത്ത അവരുടെ പേരക്കുട്ടിയായിട്ട് ആ തത്തക്കുഞ്ഞിനെ അവർ കാണുന്നു.
പിന്നീട് അവർ ആ പഴയ കമ്പിക്കൂടൊക്കെ മാറ്റിയിട്ട് നല്ല പുതിയ വിശാലമായ ഒരു കൂട്ടിലേക്ക് തത്തക്കുഞ്ഞിനെ മാറ്റി. അങ്ങനെ മാറ്റിയതിന്റെ പിറ്റേ ദിവസം ഒരു അത്ഭുതം നടന്നു അവിടെ. എന്താണത്? നമ്മുടെ തത്തക്കുഞ്ഞ് ഇതാ കുട്ടിക്കൃഷ്ണനെ വിളിക്കുന്നു, കുട്ടി എന്ന്. അത് കേട്ട് കുട്ടിക്കൃഷ്ണൻ അമ്പരന്നു പോയി. ഒപ്പം ആഹ്ലാദവും വന്നു. പക്ഷേ അവിടെയും കുട്ടിക്കൃഷ്ണന്റെ മനസ്സ് ഒന്ന് നോക്കൂ. തത്ത മനുഷ്യരുടെ ഭാഷ സംസാരിച്ചാൽ മറ്റ് തത്തകൾ അവരുടെ കൂട്ടത്തിലേക്ക് ഇനി ഈ തത്തയെ സ്വീകരിക്കുകയില്ല. അങ്ങനെ വന്നാൽ കുഴപ്പമല്ലേ? അതുകൊണ്ട് കുട്ടിക്കൃഷ്ണൻ വീണ്ടും ഈ കിളിക്കൂടിന്റെ വാതിൽ തുറന്നു വയ്ക്കുകയാണ്. ഈ തത്തക്കുഞ്ഞ് പറന്ന് അതിന്റെ കൂട്ടത്തിലേക്ക്, തത്തക്കൂട്ടത്തിലേക്ക് പൊയ്ക്കോട്ടെ എന്ന് വെച്ചിട്ട്. നമ്മുടെ തത്തമ്മ പറന്നുപോയോ? ഇല്ല. അപ്പോഴും അതിന്റെ ഭാവം പഴയതു തന്നെയായിരുന്നു. എന്താണ് ആ പഴയ ഭാവം? ദയനീയ ഭാവം. എന്നെ ഉപേക്ഷിക്കുകയാണോ എന്ന മട്ട്. അയാൾ ആകെ ചിന്താക്കുഴപ്പത്തിൽ. അയാൾ ഭാര്യയെ വിളിച്ചു. അപ്പോൾ ഭാര്യ പറഞ്ഞു, തത്തമ്മ പെണ്ണിന് കുട്ടിയെ വിട്ടുപോവാൻ തോന്നുന്നുണ്ടാവില്ല. അത് തന്നെയാ കാര്യം. ആ തത്തമ്മ പെണ്ണിന് കുട്ടിക്കൃഷ്ണനെ അത്ര സ്നേഹമാണ്, ഒരു പക്ഷെ വിട്ടുപോകാൻ തോന്നുന്നുണ്ടാവില്ല. അത് കേട്ടിട്ട് നമ്മുടെ തത്ത ഒന്ന് അമർത്തി മൂളിയിട്ട് നീട്ടി വിളിച്ചു. എന്താ വിളിച്ചത്? പാക്യം എന്ന്. ഭാഗ്യം എന്നല്ല, പാക്യം. ഭാഗ്യം ഒരു നിമിഷം വായ് പൊളിച്ച് നിന്നുപോയി. ഇതാ തന്നെയും വിളിക്കുന്നു പാക്യം എന്ന്. പിന്നെ താടിക്ക് കൈ കൊടുത്ത് കുറേ നേരം ഇങ്ങനെ ആലോചനയിലിരുന്നു. എന്നിട്ട് പറഞ്ഞു, നീയെ നാവ് വടിക്കാത്തോണ്ടാ പാക്യം എന്ന് വിളിക്കുന്നത്. നാളെ തൊട്ട് കരിമ്പനയോല തരണുണ്ട്. നീ എന്നെ പാഗ്യം എന്നല്ലേ വിളിച്ചത്? നിനക്ക് നാവ് വടിക്കാത്തോണ്ടാണ് കരിമ്പനയോല. കരിമ്പനയോല ഇങ്ങനെ കുത്തിക്കീറി എടുക്കുമ്പോൾ നാവ് ബലമാകും. അപ്പോൾ തത്തയ്ക്ക് നല്ല സ്ഫുടമായിട്ട് വ്യക്തമായിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പൊ നിനക്ക് ഞാൻ കരിമ്പനയോല തരും. അങ്ങനെ കരിമ്പനയോലയൊക്കെ കൊണ്ടു കൊടുത്തു. തത്ത അതൊക്കെ കടിച്ച് വലിച്ച് അതിന്റെ ഭാഷയൊക്കെ നന്നായി വ്യക്തമായി. പക്ഷേ അപ്പോഴും തത്ത ഭാഗ്യത്തിനെ എന്താ വിളിക്കുക? ഭാഗ്യം എന്നു തന്നെ. അതിന് മാത്രം മാറ്റം ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ അതാ മറ്റൊരാൾ കടന്നു വരുന്നു. ആരാണ്? ഒരു കണ്ടൻ പൂച്ച. കണ്ടൻ പൂച്ച അവസരം കിട്ടിയാൽ തത്തയെ പിടിച്ചു തിന്നും അല്ലേ? അത് കണ്ടിട്ട് കുട്ടികൃഷ്ണൻ പറയുകയാണ് കണ്ടൻ പൂച്ചയോട്. ആദ്യം ദേഷ്യപ്പെടുന്നത് ഭാഗ്യലക്ഷ്മിയാണ്. ഭാഗ്യലക്ഷ്മി പറയുന്നു, പോ പൂച്ചേ, അവൾ ഞങ്ങളുടെ മോളാ, തൊട്ടുപോകരുത്. അപ്പോൾ ഭാഗ്യലക്ഷ്മിയുടെ മനസ്സിൽ ഈ തത്തക്കുഞ്ഞ് മോളാണ്, ഞങ്ങളുടെ മോളാണ്, അവളെ തൊട്ടുപോകരുത്. അത് കണ്ടിട്ട് കുട്ടികൃഷ്ണൻ പറഞ്ഞു, കടന്നു പോയിക്കോ, അവൻ ഞങ്ങളുടെ മോന. ആ തത്തക്കുഞ്ഞ് ഞങ്ങളുടെ മോന. ഇവിടെ ഭാഗ്യത്തിനും കുട്ടികൃഷ്ണനും ഈ തത്തക്കുഞ്ഞ് മോളും മോനുമാണ്. ആ സ്ഥാനമാണ് അവർ ആ തത്തക്കുഞ്ഞിനെ കൊടുത്തിരിക്കുന്നത്. അതിനെ അത്രയധികം സ്നേഹിച്ച് അവർ വളർത്തുന്നു. ഇതൊക്കെ കണ്ടും കേട്ടും തത്തക്കൂടിന് കുറുകെ വെച്ച ഇല്ലിക്കമ്പിലിരുന്ന് കിക്കി എന്ന് ചിരിച്ചു മറിയുകയാണ് നമ്മുടെ തത്തക്കുഞ്ഞ്. ചിലപ്പോഴൊക്കെ ഒരു പടി കൂടി കടന്ന് അവരെ കളിയാക്കാനും തുടങ്ങി. അപ്പൊ കുട്ടി ഭാഗ്യം എന്നൊക്കെ വിളിക്കുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടികൃഷ്ണനെയും ഭാഗ്യലക്ഷ്മിയെയും ഈ തത്തക്കുഞ്ഞ് കളിയാക്കുന്നു. എങ്ങനെയാണ്? ഭാഗ്യം, ദേ കണ്ടംപൂച്ച വന്നൂട്ടോ എന്ന് വിളിച്ചു പറയും. അത് കേട്ട് എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരുന്ന ഭാഗ്യം ഓടി വരും. വരുമ്പോൾ അവിടെ കണ്ടംപൂച്ചയൊന്നുമില്ല. തത്ത പറയും, പൂഹോയ് എന്ന് ആർത്ത് വിളിച്ച് കളിയാക്കും. ഞാൻ കള്ളം പറഞ്ഞതാണേ എന്ന് പറഞ്ഞ് കളിയാക്കും. കയ്യിൽ തവി ഉണ്ടാവും. അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ തത്ത ഇങ്ങനെ വിളിച്ചു പറയുന്നത്, കണ്ടംപൂച്ച വരണേന്ന്. അത് കേട്ട് ആ തവിയോടൊപ്പമാണല്ലോ വരുന്നത്. എന്നിട്ട് തമാശയോടെ ആ തവിക്കണ ഓങ്ങിയിട്ട് ഭാഗ്യം പറയും, പുലി വന്നേ പുലി വന്നേ എന്ന്. കൂവി വിളിച്ച ഒരുത്തന്റെ കഥ കേട്ടിട്ടുണ്ടോ നീയ്? ഇല്ലല്ലോ ഇല്ലല്ലോ എന്ന് തത്ത കൊഞ്ഞനം കുത്തി. പുലി വരുന്നേ എന്ന കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു ഗ്രാമത്തില് ഒരു രാജു എന്നൊരു കുട്ടിയുണ്ട്. അവൻ മഹാമടിയനാണ്. അവന്റെ അച്ഛൻ വാർദ്ധക്യത്തിലെത്തിയപ്പോൾ അച്ഛൻ ആടുകളെ മേയ്ക്കുന്ന ജോലി അവനെ ഏൽപ്പിച്ചു. അവനാകട്ടെ മടിയാണല്ലോ. അങ്ങനെ ഒരു പ്രദേശത്തെത്തിയപ്പോൾ അവിടെ മൃഗങ്ങളൊക്കെ വരുന്ന സ്ഥലമാണ്. അച്ഛൻ പോകുമ്പോൾ ഉപദേശിച്ചിരുന്നു, മൃഗങ്ങളൊക്കെ വരും, അങ്ങനെ വന്നാൽ ആരുടെയെങ്കിലും സഹായം തേടണമെന്ന്. അവിടെ ചെന്നപ്പോൾ അവനൊരു രസം തോന്നി. അവൻ പുലി വരുന്നേ എന്ന് ഉറക്കം നിലവിളിച്ചു. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ
വടിയും മറ്റുമായിട്ട് ഓടി വരുന്നു. വരുമ്പോൾ അവൻ അവരോട് ഞാൻ പറ്റിച്ചതാണ് എന്ന് പറയുന്നു. അങ്ങനെ 2-3 പ്രാവശ്യം അവൻ ആവർത്തിക്കുന്നു. അപ്പോഴൊക്കെ ആളുകൾ ഓടി വരുന്നു, അവര് പറ്റിച്ചതായിട്ട് അവൻ പറയുന്നു. അവസാനം ഇതാ ഒടുവിൽ സത്യത്തിൽ പുലി വരികയാണ്. അവൻ ഭയന്നു വിറയ്ക്കുന്നു, ഉറക്കെ നിലവിളിക്കുന്നു, പുലി വരുന്നേ എന്ന്. പക്ഷേ ആളുകൾ വിചാരിക്കുന്നത് അവൻ ഇപ്പോഴും നമ്മളെ പറ്റിക്കാൻ വേണ്ടി കള്ളത്തരം ചെയ്യുന്നതാണ് എന്ന്. ആരും വന്നില്ല. അങ്ങനെ അവന്റെ ആടുകളെയും അവനെയും പുലി ഉപദ്രവിക്കുന്നു. ഇതാണ് പുലി വരുന്നേ എന്ന കഥ. അപ്പോൾ അസത്യം നമ്മൾ ഒരിക്കലും പറയരുത്, സത്യം മാത്രമേ പറയാവൂ. അതാണ് ഈ കഥ നൽകുന്ന ഗുണപാഠം. അപ്പൊ ഇവിടെ നമ്മുടെ ഭാഗ്യലക്ഷ്മി തത്തയോട് പറയുകയാണ്, പുലി വരുന്നേ എന്ന കഥ നീ കേട്ടിട്ടുണ്ടോ? തത്ത പറഞ്ഞു, ഇല്ലല്ലോ. ഇപ്പൊ എനിക്ക് നേരമില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നിനക്ക് ആ കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ഭാഗ്യലക്ഷ്മി അടുക്കളയിലേക്ക് പോയി. അതുപോലെ ഇത് ഭാഗ്യലക്ഷ്മിയെ കളിയാക്കുന്നതാണല്ലോ. നമ്മുടെ കുട്ടികൃഷ്ണനെയും തത്ത കളിയാക്കുന്നുണ്ട്. കുട്ടി വിരുന്നുകാര് പടി കടന്നു വരുന്നുണ്ട് കേട്ടോ എന്ന് തത്ത വിളിച്ചു പറഞ്ഞു. അത് കേട്ടപ്പോ കുട്ടികൃഷ്ണൻ ആരപ്പാ എന്ന് ചോദിച്ച് ഉമ്മറത്തെത്തി. തത്ത അപ്പോഴും എന്ത് ശബ്ദം എടുത്തു? പൂഹോയ് പറ്റിച്ചേ എന്ന് പറഞ്ഞ് ശബ്ദമെടുത്ത് ആർത്തു വിളിച്ചു. ആ ഇടയ്ക്ക് ഭാഗ്യം പറഞ്ഞു, നിനക്കിപ്പോ കുറുമ്പ് ഇത്തിരി കൂടനുണ്ട്. ഒരു നല്ല തത്തച്ചെറുക്കനെ കിട്ടിയിട്ട് വേണം കെട്ടിച്ചു വിടാൻ. ഫലിതമായിട്ട് പറയുന്നതാണ്, നിനക്ക് കുറുമ്പുണ്ട്, നീ ഞങ്ങളെ 2 പേരെയും പറ്റിക്കുന്നുണ്ട്. നിന്റെ കുറുമ്പ് തീർക്കാൻ നിന്നെ ഒരു നല്ല തത്തച്ചെറുക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. ഇല്ലിക്കമ്പിൽ കാൽവിരല് കൊണ്ട് ഇറുക്കി പിടിച്ച് സർക്കസിലെ ബാറാഭ്യാസിയെ പോലെ ഒരു ഉടൽ പച്ചവട്ടം വരച്ച് ഒന്ന് കറങ്ങിയിട്ട്, ഉടൽ പച്ചവട്ടം എന്ന് വെച്ചാൽ അതിലൊന്ന് നന്നായിട്ട് കറങ്ങിയിട്ട് നമ്മുടെ തത്ത തറുതല പറയുകയാണ്. അതിന് മറുപടി പറയുകയാണ്. തത്ത ചെറുക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ, അപ്പോ കുറുമ്പ് സഹിക്കാൻ വയ്യാഞ്ഞിട്ടല്ലേ ഭാഗ്യത്തിനെ കെട്ടിച്ചു വിട്ടത് എന്ന് ചോദിക്കുന്നു. അപ്പൊ എന്റെ കുറുമ്പ് സഹിക്കാഞ്ഞിട്ട് എന്നെ കെട്ടിച്ചു വിടണം എന്ന് പറഞ്ഞല്ലോ, അപ്പൊ പണ്ട് ഭാഗ്യത്തിനെ കെട്ടിച്ചു വിട്ടത് ഭാഗ്യത്തിന്റെ കുറുമ്പ് കൊണ്ടാണല്ലേ എന്ന് തറുതല പറയുന്നു. അത് കേട്ട് നമ്മുടെ കുട്ടികൃഷ്ണൻ പൊട്ടിച്ചിരിച്ചു. അമർത്തിയ ഒരു ചിരിയോടെ ഞാൻ തോറ്റേ എന്ന മട്ടിൽ ഭാഗ്യം അകത്തേക്ക് പോവുകയും ചെയ്തു. ഓ, ഈ തത്തയോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറുതല പറഞ്ഞ് ഞാൻ തോറ്റു, ഇനി ഒന്നുമില്ല എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി. അപ്പോൾ കുട്ടികൃഷ്ണൻ കൂടിനടുത്തു വന്ന് ഒരു രഹസ്യം പറഞ്ഞു. നീയെ ഒന്നാന്തരം ഒരു തത്തപ്പെണ്ണിനെ വിളിച്ച് കൂട്ടിക്കേറ്റ് കല്യാണം നമുക്ക് കെങ്കേമായിട്ട് നടത്താമെന്നേ. കുട്ടികൃഷ്ണന് മോനാണ്, ഭാഗ്യലക്ഷ്മിക്ക് മോളാണ്. അതുകൊണ്ടാണ് കുട്ടികൃഷ്ണൻ പറയുന്നത് നല്ലൊരു തത്തപ്പെണ്ണിനെ കൂട്ടിൽ കയറ്റി നമുക്ക് കല്യാണം നടത്താം. ചിറക് മെല്ലെ കോതിയൊതുക്കി ആ തത്ത ഒരു തത്വം പറഞ്ഞു. ഓരോരുത്തർക്ക് ഓരോന്നും പറഞ്ഞിട്ടുണ്ട് കുട്ടി എന്ന്. ഒരു പൊതു തത്വമാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്ന കാര്യങ്ങൾ നമ്മളെല്ലാം അനുഭവിക്കണം, ഇന്നതെല്ലാമാണ് നമുക്ക് വിധിച്ചിട്ടുള്ളത് എന്നർത്ഥം. കുട്ടികൃഷ്ണൻ ഒരു ആലോചനാഭാവത്തോടെ ചാരുകസേരയിലേക്ക് മടങ്ങി. അങ്ങനെ ദിവസങ്ങൾ പല നിറം പകർന്ന് കടന്നു പോകുന്നത് കുട്ടികൃഷ്ണനും ഭാഗ്യലക്ഷ്മിയും അറിഞ്ഞതു തന്നെയില്ല. അവരുടെ ജീവിതത്തിൽ സന്തോഷമാണ്. അവർക്കിപ്പോൾ കൂട്ടിനായിട്ടുള്ളത് ആ തത്തക്കുഞ്ഞാണ്. അവൾ സന്തോഷത്തോടെ അവരോട് സംസാരിക്കും, ഫലിതങ്ങൾ പറയും, അവരെ കളിയാക്കും. അവർക്കിതാ ഒരു പേരക്കുട്ടി, അവർക്ക് ലാളിക്കാൻ ഒരു കുഞ്ഞ് കിട്ടിയിരിക്കുന്നു. അവർ ദിവസങ്ങൾ പോയത് അറിഞ്ഞില്ല. മക്കളെയും പേരക്കുട്ടികളെയും ഓർത്ത് ഇടയ്ക്കെങ്ങാനും ഭാഗ്യത്തിന്റെ കണ്ണ് നിറയുന്നത് കണ്ടാൽ തത്ത വിളി തുടങ്ങും. തത്തയ്ക്ക് അവരുടെ മനസ്സ് പോലും മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവുണ്ടായിരിക്കുന്നു. കുട്ടികൃഷ്ണനും ഭാഗ്യലക്ഷ്മിയും അവർ എന്തിനാണ് ദുഃഖിക്കുന്നത്? അവർക്ക് എന്താണ് ഇല്ലാത്തത്? മക്കളെക്കുറിച്ചും കൊച്ചുമക്കളെക്കുറിച്ചും ഓർത്ത് ഭാഗ്യലക്ഷ്മിയുടെ കണ്ണ് നിറഞ്ഞാൽ തത്തയ്ക്കത് മനസ്സിലാകും. തത്ത പറയും, ഭാഗ്യം ഭാഗ്യം, എനിക്ക് വിശക്കുന്നു, വേഗം വിഷയം മാറ്റുകയാണ്. അങ്ങനെ പറയുമ്പോൾ ഭാഗ്യം ആ ഓർമ്മകളിൽ നിന്നും മാറിയിട്ട് ഭക്ഷണം കൊണ്ടുവരും. കണ്ണ് നേരിയതിന്റെ തുമ്പുകൊണ്ടൊപ്പി പുഞ്ചിരിയോടെ ഭാഗ്യം ഊണുമുറിയിലെ മേശപ്പുറത്ത് നിന്നും ഒരു പഴമെടുത്ത് കൂടിന്റെ വാതിൽ വെച്ചിട്ട് അകത്തേക്ക് തള്ളും. എന്നിട്ട് പറയും, നീ പച്ചത്തത്തയല്ല, പച്ചക്കള്ളിയാണ് ട്ടോ എന്ന് കളിയാക്കി പറയും. നീ പച്ചത്തത്തയൊന്നുമല്ല, പച്ചക്കള്ളിയാണ്.
എന്ന് കൊഞ്ചിക്കുകയും ചെയ്യും. കുട്ടിക്കൃഷ്ണൻ ചാരുകസേരയിൽ കിടന്ന് ഓർമ്മകളിൽ മുഴുകി നിശബ്ദനാകുമ്പോഴും തത്ത വിളിക്കും. അപ്പൊ ഭാഗ്യത്തിന്റെ മനസ്സറിയാം, അതുപോലെ കുട്ടിക്കൃഷ്ണന്റെ മനസ്സും നമ്മുടെ തത്തയ്ക്കറിയാം. അവർ ദുഃഖിക്കുമ്പോൾ അവരുടെ വേദന എന്താണെന്നറിയാം, അവരുടെ ദുഃഖം എന്താണെന്നറിയാം. അവരെ ആ ദുഃഖത്തിൽ നിന്നും മാറ്റിയെടുക്കാനാണ് ഈ തത്തമ്മ ശ്രമിക്കുന്നത്. എത്ര സ്നേഹമാണ്! മനുഷ്യന് പോലും ഇല്ലാത്ത ഒരു ആത്മബന്ധമാണ് നമ്മൾ ആ ജീവിയിൽ കാണുന്നത്. അത് കുട്ടിക്കൃഷ്ണൻ ഇങ്ങനെ എന്തെങ്കിലും ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ പറയും, ഭാഗ്യം വേഗം വാ, കുട്ടി എന്തോ ഓർത്ത് വിഷമിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോഴേക്കും ഭാഗ്യം ഓടി വരുമല്ലോ. അങ്ങനെയുള്ള തത്തയെയാണ് കുട്ടിക്കൃഷ്ണൻ ഇപ്പോൾ ഉപേക്ഷിക്കാൻ തയ്യാറായത്. അത്രയും ആത്മബന്ധമുള്ള സ്നേഹമുള്ള ആ തത്തയെ ഇതാ ഭാഗ്യത്തിന്റെ മരണശേഷം കുട്ടിക്കൃഷ്ണൻ പുറത്തേക്ക് വിടുകയാണ്, ഉപേക്ഷിക്കുകയാണ്. ആ തത്ത പോകുമോ അവരെ വിട്ടിട്ട്, കുട്ടിക്കൃഷ്ണനെ വിട്ടിട്ട്? ഒരിക്കലുമില്ല. ഇതിനു മുമ്പ് പലതവണ അങ്ങനെ ചെയ്തിട്ടും ആ തത്ത പോയിട്ടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ മുഖത്ത് ദുഃഖമാണ്, അത് മിഴിച്ചിരിക്കുകയാണ്, അതിനാകെ വിഷമമാണ്. അത് പോകില്ല. ഇപ്പോഴിതാ അവസാനമായും അതിനെ തുറന്നു വിട്ടിരിക്കുകയാണ്. 41 കൊല്ലം കൂടെ ജീവിച്ച ഭാര്യ നെഞ്ചത്ത് വലങ്കൈ അമർത്തി നിന്ന നിൽപ്പിൽ വീണു മരിച്ചപ്പോൾ അയാൾക്കും ഈ ലോകം വേണ്ടെന്നായി. അയാളുടെ ഭാര്യ ഭാഗ്യലക്ഷ്മി, ഏതൊരു സമയത്തും അയാളോടൊപ്പം ഉണ്ടായിരുന്ന ഭാര്യ. മക്കൾ അടുത്തില്ലെങ്കിലും ആ വേദനകളൊക്കെ അയാൾ മറക്കുന്നത് ആ ഭാര്യയുടെ സാമീപ്യത്താലാണ്. ആ ഭാര്യ നിന്ന നിൽപ്പിൽ നെഞ്ചുവേദന വന്ന് മരണപ്പെട്ടു. അതോടെ അയാൾക്ക് ജീവിക്കേണ്ട എന്ന ഒരു തോന്നൽ തന്നെയാണ് വന്നിരിക്കുന്നത്. MT വാസുദേവൻ നായർ, മലയാളത്തിന്റെ പ്രഗത്ഭനായ കഥാകാരൻ, ഒരു ചെറുപുഞ്ചിരി എന്ന ഒരു തിരക്കഥ എഴുതി ഒരു ചലച്ചിത്രം സംവിധാനം ചെയ്യുകയുണ്ടായി. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരുപാട് അവാർഡുകളൊക്കെ നേടി എടുത്ത ഒരു ചലച്ചിത്രം. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന ആ നടൻ അഭിനയിച്ച് മികവ് തെളിയിച്ച ചലച്ചിത്രം. ഒരു ഭാര്യയും ഭർത്താവും. ഭർത്താവിന്റെ പേര് കൃഷ്ണക്കുറുപ്പ്, ഭാര്യ അമ്മാളു. നമ്മൾ ഈ കഥയിൽ കണ്ട കുട്ടിക്കൃഷ്ണനെയും അതുപോലെ ഭാഗ്യലക്ഷ്മിയെയും പോലെ രണ്ടാളുകൾ. അവർക്കും മക്കളുണ്ട്. മക്കളെല്ലാം ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ്, ലോകത്തിന്റെ പല ഭാഗങ്ങളിലാണ്. നമ്മുടെ കൃഷ്ണക്കുറുപ്പും അമ്മാളുവും, അവർ ആ വൃദ്ധ ദമ്പതികൾ അവരുടെ നാട്ടിൽ അവരുടെ അതായ പറമ്പുകളിൽ കൃഷിയൊക്കെ ചെയ്ത് അവരുടെ വീട്ടിൽ സന്തോഷത്തോടെ കഴിയുന്നു. അവർ രണ്ടുപേരും ഭാര്യ ഭർത്താവ് എന്നതിലുപരി നല്ല ചെങ്ങാതിമാരെ പോലെയായിരുന്നു. പരസ്പരം കലഹിക്കും, പരസ്പരം സന്തോഷിക്കും, പരസ്പരം ചിരിക്കും, കരയും. അങ്ങനെ ഒരു വലിയ ആത്മബന്ധമുള്ള രണ്ടുപേർ. അങ്ങനെ ജീവിതം മുന്നോട്ടു പോകുമ്പോൾ പൊടുന്നനെ കൃഷ്ണക്കുറുപ്പ് മരണമടയുകയാണ്. അമ്മാളു ഒറ്റപ്പെടുകയാണ്. അമ്മാളുവിനെ കൊണ്ടുപോകാൻ മക്കൾ വരുന്നുണ്ട്. പക്ഷെ അമ്മാളു പോകുന്നില്ല. അമ്മാളു പറയുന്നു, ഇവിടെ ഈ പരിസരത്ത് ഈ വീടിന്റെ ചുറ്റുപാടും അച്ഛന്റെ സാമീപ്യമുണ്ട്, അച്ഛന്റെ ആത്മാവുണ്ട്. ഞാനതൊക്കെ അറിഞ്ഞും കണ്ടും കേട്ടും ഇവിടെ തന്നെ ജീവിച്ചു കൊള്ളാമെന്ന്. ആ ഒരു ജീവിതത്തിന്റെ പശ്ചാത്തലം തന്നെയാണ് നമ്മൾ ഇവിടെ കഥയിലും കാണുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാർദ്ധക്യത്തിലെത്തുന്ന അച്ഛനമ്മമാരുടെ ഒറ്റപ്പെടലുകളാണ്. മിക്കവാറും ഇന്ന് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന കാര്യം തന്നെയാണ് ഇത്. 1 2 മക്കൾ, അവർ പഠിച്ച് ജോലിയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു. നാട്ടിലേക്ക് വരാൻ അവർക്ക് അവസരം കിട്ടുന്നില്ല, അല്ലെങ്കിൽ താല്പര്യമില്ല. നാട്ടിൽ അച്ഛനും അമ്മയും ഒറ്റയ്ക്ക്. നമ്മുടെ തത്തക്കൂട്ടിലെ കഥാപാത്രങ്ങളെ പോലെ, അല്ലെങ്കിൽ ഒരു ചെറുപുഞ്ചിരിയിലെ കഥാപാത്രങ്ങളെ പോലെ എത്രയെത്ര അച്ഛനമ്മമാരാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് ജീവിക്കുന്നത്. ഇനി വരാൻ പോകുന്ന കാലഘട്ടം ഇത്തരമൊരു വലിയ പ്രതിസന്ധിയെ നേരിടും എന്നുള്ളത് ഉറപ്പു തന്നെയാണ്. കാരണം ഇന്ന് +2 കഴിയുമ്പോൾ തന്നെ കുട്ടികളെല്ലാവരും ഉപരിപഠനത്തിന് കാനഡ, ഓസ്ട്രേലിയ, UK, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പറക്കുകയാണ്. നാട്ടിൽ കുട്ടികൾ പഠിക്കാനേ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ഇതുപോലെയുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ ഭാവി കാലങ്ങളിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പു തന്നെയാണ്. നമുക്ക് നമ്മുടെ കഥയിലേക്ക് പോകാം.
ഇവിടെ ഭാര്യ മരിച്ചു, ഭാഗ്യലക്ഷ്മി. എങ്ങനെയാണ് മരിച്ചത്? നിന്ന നിൽപ്പിൽ നെഞ്ചുവേദന വന്ന് മരണപ്പെട്ടു. അതോടെ നമ്മുടെ കുട്ടിക്കൃഷ്ണൻ ഒറ്റയ്ക്കായി. അയാൾക്ക് ദുഃഖം സഹിക്കാൻ സാധിക്കുന്നില്ല. അയാൾക്ക് തത്തയെ കൂടി വേണ്ട എന്ന അവസ്ഥ എത്തുകയാണ്. കണ്ണീർ നിറഞ്ഞ് കാഴ്ച മങ്ങിയതുകൊണ്ട് തത്ത കൂട്ടിൽ നിന്നിറങ്ങുന്നത് അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല. കൂടിന്റെ വാതിൽ അങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണല്ലോ തത്തയ്ക്ക് പറന്നു പോകാനായിട്ട്. അയാളുടെ മനസ്സിൽ വേദന നിറഞ്ഞിരിക്കുകയാണ്. മക്കൾ അടുത്തില്ല, മക്കളെ കാണാൻ സാധിക്കുന്നില്ല. തന്റെ കൂടെ എല്ലായ്പ്പോഴും ഉണ്ടായിരുന്ന ജീവന്റെ ജീവനായ തന്റെ ഭാഗ്യലക്ഷ്മി മരണമടഞ്ഞിരിക്കുന്നു. ആ വേദന താങ്ങാൻ കഴിയാതെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരിങ്ങനെ വരികയാണ്. കണ്ണാകെ മൂടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തത്തമ്മ കൂട്ടിൽ നിന്നിറങ്ങുന്നത് അയാൾക്ക് കാണാൻ സാധിച്ചില്ല. അത് എന്തു ചെയ്തു? പറന്നു പോവുകയാണോ ചെയ്തത്? അല്ല, അത് ശബ്ദമുണ്ടാക്കാതെ പതുക്കെ പതുക്കെ വന്ന് അയാളുടെ തോളിലിരുന്നു. എന്നിട്ട് മുഖത്തെ നരച്ച രോമക്കാടുകളെ നനച്ച് കണ്ണുനീർത്തുള്ളികൾ മെല്ലെ താഴോട്ടൊഴുകുന്നത് കനിവോടെ നോക്കി. കുട്ടിക്കൃഷ്ണൻ കരയുകയാണ്. ആ കണ്ണുകളിൽ നിന്നും കണ്ണുനീരിങ്ങനെ ഒഴുകി അയാളുടെ മുഖത്തെ താടി രോമങ്ങളും ഒക്കെ നനച്ച് ഇങ്ങനെ താഴോട്ട് വരുന്നത് ആ തത്തമ്മ നോക്കുകയാണ്. എങ്ങനെ? കനിവോടെ, ദയയോടെ. അതിന് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു മനുഷ്യനെ പോലെ, ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ ആ ജീവി, ആ ചെറിയ പക്ഷി അങ്ങനെ കനിവോടെ നോക്കുകയാണ്. എന്നിട്ട് എന്തു ചെയ്തു? ചുണ്ടുകൊണ്ട് രോമക്കാടുകളിൽ മെല്ലെ ചികഞ്ഞ് ആശ്വസിപ്പിച്ചു. നിങ്ങളതൊന്ന് ഭാവനയിൽ കാണൂ. ആ ചിത്രം, ആ തത്തമ്മ വന്ന് കുട്ടിക്കൃഷ്ണന്റെ തോളിലിരിക്കുന്നു. എന്നിട്ട് അത് ദൈന്യതയോടെ കനിവോടെ കരയുന്ന കുട്ടിക്കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കുന്നു. ആ കണ്ണുനീരങ്ങനെ താടിരോമങ്ങൾ വഴി താഴോട്ട് ഒഴുകി വീഴുന്നു. അത് കണ്ടിട്ട് തന്റെ ആ ചുമന്ന ചുണ്ടുകൾ കൊണ്ട് അത് ആ രോമക്കാടുകൾ താടിയിൽ ഇങ്ങനെ മെല്ലെ ചികഞ്ഞ് ചികഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നത്? അതതിൻ്റെ കുഞ്ഞു ശബ്ദം കൊണ്ട് പറയുകയാണ്, കുട്ടി കരയല്ലേ, കരയല്ലേ എന്ന്. എത്ര സങ്കടകരമായ അവസ്ഥ അല്ലേ? നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. ആ കാഴ്ച ഏതൊരു ഹൃദയമുള്ളവനെയും വേദനിപ്പിക്കും. നമ്മുടെ മനസ്സിലൊരു നൊമ്പരം ഉണർത്തും. നിങ്ങളുടെ മനസ്സിൽ ആ നൊമ്പരം ഉണ്ടായോ? ഉണ്ടായി അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാകും. ഹൃദയസ്പർശിയായ ഒരു കഥ. ഇത്രയുമാണ് നമുക്ക് പഠിക്കാൻ ഈ കഥയിലുള്ളത്. പ്രണയം 5 അടി 7 ഇഞ്ച് എന്ന കൃതിയിലേതാണ് ഈ ഭാഗം. അപ്പം നമുക്ക് ഇതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.